നമസ്തേ, ഞാൻ ഡോക്ടർ നിർമ്മൽ മാത്യു അലക്സ്, കൊച്ചി അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ റംസാൻ ആചരിക്കാൻ പോവുകയാണ്. തീവ്രമായ പ്രമേഹമുള്ള ആളുകളിൽ നോമ്പെടുക്കുന്നതിന് ചില ഇളവുകളുണ്ടെങ്കിലും മിക്ക വിശ്വാസികൾക്കും നോമ്പെടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. റംദാൻ കാലത്തിലെ പ്രമേഹ നിയന്ത്രണം, ഇതാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആർക്കൊക്കെ നോമ്പെടുക്കാം, എന്തൊക്കെയാണ് റംദാൻ കാലത്തിലെ നോമ്പിലെ ഭക്ഷണ രീതികൾ, വ്യായാമങ്ങൾ ചെയ്യാമോ തുടങ്ങിയവ കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, റംദാൻ കാലത്തിലെ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് 12 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ നീണ്ട ഫാസ്റ്റിംഗ് ആണ്. പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് ഇത് ഷുഗറിൻ്റെ ഒരു ലെവൽ താഴ്ന്നു പോകാനും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റിങ്ങിന് ശേഷം വരുന്ന ഇഫ്താർ വിരുന്നുകൾ, ഇപ്പോൾ ഫാസ്റ്റിംഗ് ഒരു സ്പിരിച്വൽ ഇവൻ്റ് ആണെങ്കിൽ ഇഫ്താർ വിരുന്നുകൾ കൂടുതൽ ഒരു സോഷ്യൽ ഇവൻ്റ് പോലാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവനുസരിച്ച് ആളുകളുടെ, അതായത് പ്രമേഹ രോഗികളുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ വാല്യൂ ഭയങ്കരമായി കൂടി ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞ ഒരു ഷുഗറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുമുണ്ട്. പ്രമേഹ രോഗികൾ റംദാൻ കാലത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് മിനിമം ഒരു 1-2 മാസം മുന്നേ തന്നെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഒ പി ഡിയിൽ ഇരിക്കുമ്പോൾ പ്രമേഹ രോഗികളിൽ നിന്ന് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഡോക്ടറെ, എനിക്ക് ഷുഗറുണ്ട്, വീട്ടുകാർ പറയുന്നു നോമ്പെടുക്കണ്ട. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ആരൊക്കെ നോമ്പെടുക്കണം, ആരൊക്കെ നോമ്പെടുക്കരുത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യനറാണ്. ഈ ക്വസ്റ്റ്യനറിൽ 14ഓളം വേരിയബിൾസ് ഉണ്ട്. കൂടുതലായി പ്രമേഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ, അതേപോലെ പ്രമേഹം കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഷുഗർ താഴ്ന്നു പോകുന്ന അവസ്ഥ, എപ്പോഴെങ്കിലും ഷുഗർ കൂടിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, ഇൻസുലിൻ ഉപയോഗിക്കേണ്ട ആളുകളാണോ. അപ്പം ഇത്തരം കാര്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്യണം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനറിൽ വരുന്ന ചോദ്യങ്ങളുടെ ആൻസർ പ്രകാരം 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഹൈ റിസ്ക് കാറ്റഗറി, അതായത് 6 സ്കോറിൽ കൂടുതലുള്ള ആളുകളെ പൊതുവെ നമ്മൾ പറയുക ഒരിക്കലും നോമ്പെടുക്കരുത് എന്നാണ്. ഇനി പ്രമേഹ രോഗികൾ റംദാൻ കാലത്ത് തുടർന്ന് പോകേണ്ട ഭക്ഷണ രീതികളിലോട്ട് വന്നാൽ, ഏറ്റവും ആദ്യമായിട്ട് അത്താഴം രാവിലെ മാക്സിമം ലേറ്റ് ആക്കാൻ ശ്രമിക്കുക. ഒരു 4 മണി 4:30 സമയത്തോടെ അത്താഴം കഴിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ സുഹർ ഒഴിവാക്കിക്കൊണ്ട് ഷുഗറിൻ്റെ വാല്യൂ ഒന്ന് കൺട്രോൾ ചെയ്യാം, അത് കാരണം സുഹർ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനം എടുത്താൽ പകൽ സമയത്ത് നമ്മുടെ ഷുഗറിൻ്റെ വാല്യൂ താഴ്ന്നു പോവുകയും ഹൈപ്പോഗ്ലൈസീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കരുത്. അപ്പോൾ തുടക്കം തന്നെ ലഘുഭക്ഷണം വെച്ചിട്ട് നോമ്പ് മുറിക്കുക. അതായത് ഒരു ഡേറ്റ്സ്, വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ച് നോമ്പ് തുറക്കുക. അതിനുശേഷം ഇഫ്താറിൻ്റെ ഒരു ഭക്ഷണ രീതിയിലോട്ട് വരുമ്പോൾ കൂടുതലായിട്ട് മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, വറവ് പൊരികൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക. പിന്നെ കോഫി, അതേപോലെ ഷുഗറി ഡ്രിങ്ക്സ്, ഇതൊക്കെ രാവിലെ അത്താഴം കഴിക്കുമ്പോൾ ഒഴിവാക്കുക. റംദാൻ കാലത്തെ വ്യായാമ രീതികളെ പറ്റി പറയുമ്പോൾ പൊതുവെ മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസുകൾ ചെയ്യുക, ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് കൂടുതലും വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. അതേപോലെ ഇഫ്താറിന് ശേഷം വ്യായാമങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ മരുന്നുകളുടെ ഉപയോഗം, ഇപ്പോൾ പൊതുവെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 1-2 മാസം മുന്നേ തന്നെ നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ട് മരുന്നുകളുടെ രീതികൾ നിങ്ങൾ മാറ്റേണ്ടി വരും, മരുന്നുകളുടെ ഡോസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ പ്രധാനമായും പല മരുന്നുകളും ഷുഗർ താഴ്ത്തുന്ന മരുന്നുകളുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഭക്ഷണ രീതി ഫോളോ ചെയ്യേണ്ടത്, അതിനോടനുബന്ധിച്ച് മരുന്നുകളുടെ ഡോസുകളിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ഇൻസുലിനിൽ പൊതുവെ രാവിലത്തെ ഡോസ് നമ്മൾ കൂടുതൽ ഭക്ഷണം ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കുന്ന കാരണം ഇഫ്താറിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടെ ഹൈ ഡോസ് ഇൻസുലിൻ എടുക്കുകയും രാവിലത്തെ അത്താഴത്തിന് മുന്നേ കുറച്ച് കുറഞ്ഞ ഡോസിൽ ഇൻസുലിൻ എടുക്കുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു റംദാൻ കാലത്തെ പ്രമേഹ നിയന്ത്രണത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു റംദാൻ ആശംസിക്കുന്നു.